സോ ഗൈസ് അതിൻ്റെ കുങ്കുമപ്പൂടെ പാർട്ട് 2 ആണിത്. മറ്റേത് നിന്ന് പോയി ഓട്ടോമാറ്റിക്കലി, അപ്പം പാർട്ട് 2 ആയിട്ടിരുന്നത്. ഇനി നമ്മളിതാ തുറന്നു കളഞ്ഞു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിതാ ഓരോ കുങ്കുമപ്പൂവായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിതാ ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓരോ ദിവസം എനിക്ക് ഓരോ തേക്കാലും എനിക്ക് ഓരോണ്ട്. പക്ഷെ നല്ലില്ല എന്നൊക്കെ വെച്ചാൽ നല്ല സ്ഥലം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വർഷങ്ങളായിട്ട് പോകുന്നതാണ്. അടാറ് സ്ഥലം അത് നല്ല രസമെടുത്ത ഓണപ്പരിയുണ്ട്. ഇതിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. നല്ല പാടുണ്ട്. അറിയോ മുടി ഇതിന് വേസ്റ്റ്, ആ വേസ്റ്റ് അവിടെ വെച്ചേക്കാം. അന്ന് ചോറുണ്ട് പൊട്ടി, അതാണ് പൊട്ടിയാണ്. ഇതിനകത്തൊന്നുമില്ല, കളയണം. ഇത് വേസ്റ്റാണ്. അടുത്ത കുങ്കുമപ്പൂ പൊട്ടിക്കുക. അപ്പം അതൊക്കെ ഇവിടെ നിന്ന് വെച്ച് ഇങ്ങനെ വെച്ച് നമുക്ക് തന്നെ അതൊക്കെ കറക്കിയെടുക്കണം. ഇങ്ങനെ കായ് അതൊക്കെ കറക്കിയെടുത്താൽ അതായത് ഇങ്ങനെ കിട്ടും. അയച്ചിട്ട് ചെയ്യണം. ഇട്ട് ഇങ്ങനെ കുത്തിടുക. ഒന്നെങ്കിൽ ഇങ്ങനെ കുത്തിക്കുക, അല്ലെങ്കിൽ ഈ സാധനമില്ല ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ കുത്തുക. ഞാൻ ഇന്നലെ ഫസ്റ്റ് ടൈം ഇതൊക്കെ കാണുന്നത്. I was so excited to see this. And എൻ്റെ കൈ ഏതോ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. എൻ്റെ കൈ കളറ് പറ്റി. ഇടയ്ക്ക് വെച്ചെന്ന് നിർത്തിയായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ചമ്മ ഇങ്ങോട്ട് കയറുക. നമുക്കിങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്ന അത്ര ഇഷ്ടമില്ല. ഇങ്ങനെ അടച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും പൊട്ടി കഴിച്ച് ഒന്നും പൊട്ടിയിട്ടുണ്ട്. ഭയങ്കര കറയുണ്ട് കേട്ടോ. ഇതിനല്ല കാരണം. പക്ഷേ ഇത് വൈറ്റ് ഡ്രസ്സിൽ പോലും പറ്റാൻ പണി കിട്ടും. വൈറ്റ് ഡ്രസ്സിൽ പോലും പറ്റാൻ നല്ല പണി കിട്ടും. പണിയെന്ന് വെച്ചാൽ വേറെ പണിയായിരിക്കും. അമ്മ, കുങ്കുമപ്പൂവിനില്ലേ ഈ തൊലിയാണോ എടുക്കുന്നത്? അമ്മക്ക് ഇറങ്ങിവിടെ കമ്പിമെടുത്ത് പിടിച്ചു. എന്നിട്ട് നമുക്ക് തൊലി സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ഇനി തൊലിന്ന് വല്ലതും പറ്റുമോ നോക്കാം. തൊലിനൊന്നും പറ്റത്തില്ല. തൊലിയൊക്കെ ചുമ്മാതെ നല്ല ഉണർത്തിച്ച് വെച്ചേക്കാം. അല്ല, പക്ഷെ കുങ്കുമപ്പൂ ഒരു ഇങ്ങനെ വലിയ ആയിട്ടില്ല. ഇത് പൊട്ടിയതാണ്. ബൈബിൾ പതുക്കെ ഇടുന്നിങ്ങനെ ലബൂബ് പൊട്ടിച്ച് നമുക്കുണ്ട്. ലബൂബ് ഞാൻ മേടിച്ചിട്ടില്ല. എന്നാലും കാണുന്ന പൊട്ടിക്കുന്ന നോക്കണ്ടായിരുന്നു. കൊള്ളാം, നല്ല തടിയുള്ള സാധനമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കിട്ടിരിക്കും. എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഇത്. പതുക്കെ ഇങ്ങനെ പിച്ച് നിർത്താൻ പോരെ, ഈസിയാണ്. നമ്മുടെ കൈയൊക്കെ കഴുകണം. ഈസി ആയിട്ട് ഇതൊക്കെ കഴുകാൻ പറ്റും. ഇച്ചിരി ഹാൻഡ് വാഷൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് കഴുകും. സോപ്പ് ഹാൻഡ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകാൻ മതി, നല്ല ഈസി. ഇത് നമ്മുടെ വായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ നക്കി കളർ വന്നാ
ഇല്ല. ഇത് നമ്മുടെ ബാലൻസ് ചെയ്തല്ലോ. മൊത്തം എല്ലാം കഴുകി കളയാൻ തീർന്നല്ലോ. ഈ തൊലി ഉണ്ട്, നമുക്ക് ചെന്ന് ചോദിച്ചിട്ട് വരാം. തൊലി എന്ത് ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ചുമ്മാതാണ്. അപ്പം ഇതിന് വലിയ ആവശ്യമില്ല. ഇന്ന് നമുക്ക് കുറച്ചൊന്ന് പിച്ച് റംബുട്ടാൻ്റെ കണക്ക് തന്നെ ഇരിക്കുന്നു. ഷേപ്പ് സ്ട്രോബെറിയുടെ ആണെങ്കിലും തോടല്ല റംബുട്ടാൻ്റെ കണക്ക്. സീരിയസ്ലി കണ്ടപ്പോൾ ഞാൻ വെച്ചു സ്ട്രോബെറിയുടെ അനിയനല്ലേ ആയിരിക്കും. അപ്പോൾ ഇതെടുത്ത് കളയണം. ഇത്ര ഞാനൊരു 7-8 എണ്ണം അടപ്പിച്ചാണ്. പിന്നെ അപ്പിച്ച് ഇന്നെ ഫസ്റ്റ് ടൈം ആണ് റിയലി ആയിട്ട് നോമ്പത്ത് അവിടെ ഒരു വീട്ടിൽ നിന്ന് വെച്ചതാണ്. ഇത് പൊക്കി കളയാം. സോറി ഗൈസ്, കാലി കളയാം. അത് ഞാൻ ഇച്ചിരി പരിപാടിയൊക്കെ ചെയ്ത് ഇത് വെച്ചിട്ട് നല്ല പണിയും കിട്ടി എനിക്ക്. കാണിച്ചത് അതിപ്പം കണിയിച്ചിട്ട് പണി ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത്. ഇത് പൊട്ടത്ത ഒരെണ്ണം ഇതോ ഇത്രയും കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തേക്ക് ഇത്രയും. ലവ് യു ബൈ.